ആടുജീവിതത്തിലെ പാട്ട് പാടി വൈറലായിരിക്കുകയാണ് മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശിനിയായ മീര. സംഗീത സംവിധായകൻ AR റഹ്മാൻ ഉൾപ്പെടെ മീരയുടെ പാട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മീരയുടെ പാട്ടുകൾ സാമൂഹ്യ മാധ്യമ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. മീര വലിയ സന്തോഷത്തിലായിരിക്കും. ആദ്യം എന്തായാലും ആ പാട്ട് പാടി തുടങ്ങാം. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ. ഇപ്പോൾ AR റഹ്മാൻ അത് ഒരു സ്റ്റാറ്റസ് ആക്കി ഇടുന്നു, ആക്ടർ റഹ്മാൻ കമന്റ് ഇടുന്നു. അപ്പോഴൊക്കെ എന്താണ്, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, AR റഹ്മാൻ സ്റ്റോറി ഇട്ടത് ഈ പാട്ടാണ്. പക്ഷേ റഹ്മാൻ കമന്റ് ചെയ്തത്, ആക്ടർ റഹ്മാൻ കമന്റ് ചെയ്തത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കൺമണി അൻപോട് കാതലൻ ആ പാട്ടിനായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചത്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, AR റഹ്മാൻ സാറിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളൊരിക്കലും സ്റ്റോറി ഇടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ടർ റഹ്മാന് ഈ ഇതില് ഇപ്പൊ അവസാനം മഞ്ഞുമൽ ബോയ്സില് ഉള്ള പാട്ടാണല്ലേ, അതൊരു ജസ്റ്റ് ഒന്ന് പാടാം. ഉന്താന കായമെങ്കും തന്നാലെ ആരിപ്പോന മായമെന്ന പൊന്മാനേ പൊന്മാനേ എന്തൻ കായமான போதும் என் மேனி தாங்கிக் கொள்ளும் முந்தன் மேனி தாங்காது செந்தேனே எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது உந்தன் சோகம் உன்னை தாக்கும் இன்றென்று போதும் வந்த அழுகை நின்றது. மனிதன் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. മീര പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്? ഞാൻ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ +2 എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയത്. തുടങ്ങിയിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് പാട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മഞ്ചേരി തന്നെ ടാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ മെലോഡിയ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിസാർ മാഷ് കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ടാലൻസിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാകരൻ സാർ എന്ന് പറഞ്ഞിട്ട് സാറാണ്. ഇങ്ങനെ സംഗീത ലോകത്തേക്ക് പോകാനാണോ താല്പര്യം? അതോടൊപ്പം BSc സുവോളജി ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ എന്താണ് താല്പര്യം? എന്താണ് പാട്ട് കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. അതിലൊരു പ്രൊഫഷണൽ എത്തുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും കൂടെ ഒപ്പം കൊണ്ടുപോകണമെന്നുണ്ട്. പാട്ടും പിന്നെ എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും PSCക്ക് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഈ സംഗീത ലോകത്തെ ആളുകളോ സിനിമാ ലോകത്ത് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഇങ്ങനെ കമന്റ് ഇടും എന്നല്ലാതെ അല്ലാത്ത വേറെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ AR റഹ്മാൻ സാറിന്റെ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ വോയിസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരെങ്കിലും പറഞ്ഞിട്ട് ഭയങ്കര ഫീൽ ഉണ്ട് പാട്ടിന്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ട്. എപ്പോഴും പാട്ട് കുറെ അത്യാവശ്യം റീച്ച് കിട്ടുന്ന എല്ലാ പാട്ടുകളും ആൾക്കാർ അങ്ങനെ പറയലുണ്ട്. അത്യാവശ്യം ഫീല് എപ്പോഴും പാട്ടിൽ കിട്ടാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ റീച്ച് കിട്ടുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ AR റഹ്മാനൊക്കെ ഇതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു ഇതിലേക്ക് എത്തിപ്പെടാം എന്ന് പ്രതീക്ഷിക്കല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമാ ലോകത്തെയും സംഗീത ലോകത്തെയും ആളുകൾ മീരയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു. അതെന്തായാലും മീരയുടെ യാത്രയിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.